$ERP എന്നുള്ള സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഒരു സെയിലും അതുപോലെ റിസിപ്റ്റ്സ് അതുപോലെ പേയ്മെന്റ്സ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണിത്. നമുക്ക് ഈ സെയിലും റിസിപ്റ്റ്സ് പേയ്മെന്റ്സ് എല്ലാം നമുക്കൊന്ന് ഇവിടെ ടൂൾ ബാറിന് എടുക്കാം. ഇവിടെ സെയിൽസ് ഉണ്ട്, റിസിപ്റ്റ്സ് ഉണ്ട്, പേയ്മെന്റ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ ട്രാൻസാക്ഷൻ എന്ന ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സെയിൽസ് ആഡ് റേറ്റ്, ഇവിടെ പാർട്ടിയുടെ പേര് നമുക്ക് ഓൾറെഡി ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സെയിൽസ് ടൈപ്പ് ആണ്, ടാക്സ് ഇൻക്ലൂസീവ് ആണോ, കോസ്റ്റ് പ്ലസ് ടാക്സ് ആണോ, എന്താണെന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഐറ്റത്തിന്റെ പേര് നമുക്ക് ഐറ്റം ആയിരിക്കും. നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് ഇവിടെ കാണാൻ പറ്റും. 20 എണ്ണം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മളൊരു 10 എണ്ണം സെയിൽ ചെയ്യും. 10 എണ്ണം ഓക്കെ, 70 രൂപ ഒരു പാക്കറ്റ്, 700 രൂപ. ഇങ്ങനെയാണ് ഇതിന്റെ സെയിൽ ആയിരിക്കുന്നത്. എത്ര ഐറ്റം, എല്ലാ ഐറ്റം മേടിച്ച് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് വേണമെന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ഒരു സെയിലിന്റെ പ്രിന്റ് കിട്ടുന്നത്. ഇത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇവിടെ കിട്ടും. പാർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. GST നമ്പർ എല്ലാം കിട്ടും. ഇവിടെ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് കിട്ടും. ഐറ്റം, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ റേറ്റ്, ടാക്സ്, എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ താഴെ കിട്ടും. ഇതാണ് ഒരു പ്രിന്റ് പ്രിവ്യൂ. ഈ പ്രിന്റ് ഓപ്ഷൻ നമുക്ക് എങ്ങനെ വേണ്ടിയെങ്കിലും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലോഗോസ് വേണ്ടിയെങ്കിൽ ലോഗോസ് കൊണ്ടുവരാം, ഇതെല്ലാം ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു സെയിൽ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വിറ്റു, നമുക്ക് റിസിപ്റ്റ്സ് കിട്ടും, ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടുമ്പോൾ റിസിപ്റ്റ്സിൽ ആഡ് പാർട്ടിയുടെ പേര്, അവര് 700 രൂപയുടെ സെയില് നടന്നിട്ടുണ്ട്. അപ്പം അവരുടെ ക്യാഷ് 700 രൂപ കിട്ടി, ക്യാഷ്. ഇതാണ് ഒരു റെസിപ്റ്റ് വരുന്നത്. അപ്പൊ അവർക്ക് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് സെയിൽ 700 രൂപ സെയിൽ ആണെന്നും ക്യാഷ് കിട്ടി 700 രൂപ കിട്ടി. ഇനി അവരൊന്നും തരാനില്ല. ഇപ്പൊ അവർ 700 രൂപയ്ക്ക് ഒരു 500 രൂപയെ തരുന്നുള്ളെങ്കിൽ ബാക്കി 200 രൂപയുടെ ബാലൻസ് ആയിട്ട് കാണിക്കും. അതുപോലെ നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പലതരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടാവും. ഈ എക്സ്പെൻസ് എല്ലാം നമുക്കിവിടെ പേയ്മെന്റിൽ കാണിക്കാൻ പറ്റും. പേയ്മെന്റ് ആഡ്, ടെലിഫോൺ എക്സ്പെൻസ്, ക്യാഷ്. അപ്പൊ ഇങ്ങനെ നമ്മളെ ടെലിഫോൺ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, സാലറി, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം നമുക്കിവിടെ പേയ്മെന്റിൽ നമുക്കിവിടെ കാണിക്കാൻ പറ്റും. അതുകൂടാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നമുക്കിവിടെ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് MIS അതിൽ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട്സിൽ ബിൽ വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബില്ലിലുള്ള പ്രോഫിറ്റ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മളെ സെയിൽസ് എമൗണ്ട് ആണ്. ഇത് ടാക്സ് ഇല്ലാതെ എമൗണ്ട് ആണ്. സെയിൽസ് എമൗണ്ടും കോസ്റ്റ് എമൗണ്ടും വരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ഇവിടെ കാണിക്കും, പ്രോഫിറ്റ് പെർസെന്റേജ് ഇവിടെ കാണിക്കും. അപ്പോൾ ഒരു ദിവസം ടോട്ടലുള്ള പ്രോഫിറ്റ് നമുക്കിവിടെ അറിയാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട്സിൽ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൾ മൈ നമ്പർ 9847940627 70124 35305. I am Shaji. Thank you.